108 ദിവ്യദേശങ്ങളിൽ പ്രസിദ്ധിയാർജിച്ച വൈഷ്ണവ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അനന്തൻ്റെ നഗരം. അനന്തനിൽ നിന്നാണ് തലസ്ഥാനത്ത് തിരുവനന്തപുരം എന്ന് പേര് ലഭിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരമായ ശ്രീ ബലരാമൻ ഭാരതവർഷം മുഴുവൻ പ്രദക്ഷിണമായി സഞ്ചരിച്ച് തീർത്ഥസ്നാനം ചെയ്തതായി ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പറയുന്നു. വിഷ്ണു സാന്നിധ്യമുള്ള തിരുവനന്തപുരത്ത് വന്ന് പത്മതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പശുക്കളെ ദാനം ചെയ്തുവെന്നും പുരാണം പറയുന്നു. ഭഗവാൻ ബലരാമൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രചാരമുള്ള കഥ ഇപ്രകാരമാണ്. ദ്വാപരയുഗത്തിൽ തന്നെ തിരുവനന്തപുരത്ത് പത്മനാഭ സാന്നിധ്യമുണ്ടെങ്കിലും ഇവിടെ പത്മനാഭ വിഗ്രഹമോ ക്ഷേത്രമോ ഇല്ലായിരുന്നു. തിരുവനന്തപുരം അന്ന് അനന്തൻകാവെന്ന വനം ആയിരുന്നു. വനത്തിനുള്ളിലാണ് പത്മതീർത്ഥകുളം സ്ഥിതി ചെയ്തിരുന്നത്. പത്മനാഭ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത ശേഷം ബലരാമൻ കുളക്കരയിൽ വെച്ച് ഗോദാനം ചെയ്തു. വളരെ കാലമായി ബലരാമൻ്റെ ആഗമനം കാത്തിരുന്ന ദേവന്മാരും സിദ്ധന്മാരും മുനികളും അദ്ദേഹത്തെ കാണാനെത്തി. അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു ഭഗവാൻ. വേണ്ട വരം ചോദിക്കാമെന്നും പറഞ്ഞു. പത്മതീർത്ഥക്കരയിൽ ഭഗവാനെ മാത്രം സ്മരിച്ചും നാമസങ്കീർത്തനം ചെയ്തും കഴിയാനാണ് മോഹമെന്നും അവർ പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് ബലരാമൻ അനുഗ്രഹിച്ചു. ബലരാമൻ ഗോദാനം ചെയ്ത സ്ഥാനത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിൻ്റെ തെക്കു പടിഞ്ഞാറു ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗം മഹാഭാരതകോൺ എന്നാണ് അറിയപ്പെടുന്നത്. എ നിലവറയും ബി നിലവറയും സ്ഥിതി ചെയ്യുന്നത് മഹാഭാരതകോണിലാണ്. അവതാര പുരുഷൻ ഗോദാനം ചെയ്ത സ്ഥാനത്താണ് ഐശ്വര്യം കളിയാടും എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ക്ഷേത്രസമ്പത്തിൻ്റെ സിംഹഭാഗവും സൂക്ഷിക്കുന്ന എ നിലവറ മഹാഭാരതകോണിൽ സ്ഥാപിക്കപ്പെട്ടത്. ബലരാമസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ച ദേവന്മാരും സിദ്ധന്മാരും മുനികളും ബി നിലവറയിൽ തപസ് ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ബി നിലവറയുടെ അടിയിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ ചൈതന്യ പുഷ്ടിക്കായി ശ്രീചക്രം സ്ഥാപിച്ചിട്ടുണ്ട്. ആദിശേഷ പാർഷദന്മാരായ നാഗങ്ങൾ ഈ നിലവറയ്ക്കുള്ളിൽ ഉണ്ടത്രേ. 3 പുരുഷാവതാരങ്ങളിൽ പ്രപഞ്ചത്തിൽ ഉൾപ്പോകിയ ആദ്യത്തെ വിഷ്ണുവാണ് ശ്രീ പത്മനാഭൻ. ഗർഭോദകശായി വിഷ്ണുവെന്നും പറയുന്നു. ഗർഭജലത്തിലാണ് ശ്രീ പത്മനാഭൻ്റെ കിടപ്പ്. നാഭിയിൽ നിന്ന് പത്മം വരുന്നതുകൊണ്ട് തന്നെ പത്മനാഭനെ മറ്റു വിഷ്ണുവിൽ നിന്നും വേർതിരിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ബലരാമൻ്റെ വിസ്തരണമാണ് അനന്തനും. അനന്തൻ്റെ പുറത്ത് അർദ്ധനിമീലിന നേത്രനായി യോഗനിദ്രയിൽ ശയിക്കുന്ന രൂപത്തിലാണ് ഭഗവാന്റെ രൂപം. വലതു കൈ താഴെ ശിവലിംഗവും ഇടതു കൈയിൽ താമരമുകുളവുമുണ്ട്. നാഭിയിൽ നിന്ന് വിടർന്ന താമരയിൽ ബ്രഹ്മാവ് ഇരിക്കുന്നു. അങ്ങനെ ഈ മഹാക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിനുള്ളിൽ പുണ്യാത്മാക്കളെ നയിക്കുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്നു. ശ്രീദേവി ഭൂമിദേവി ഇവരെയും നമുക്ക് ഗർഭഗൃഹത്തിനുള്ളിൽ ദർശിക്കാവുന്നതാണ്. അനന്ത പത്മനാഭനെ തൊഴുതിറങ്ങിയാൽ അവിടെ തന്നെ വടക്കേ നടയ്ക്കു സമീപം പത്മനാഭനെ നോക്കിക്കൊണ്ടു നിൽക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭുവിനെയും സീതാദേവിയുടെയും ശ്രീ ലക്ഷ്മണൻ്റെയും രാജകീയ വേഷഭൂഷാദികളോടുകൂടിയ വിഗ്രഹങ്ങൾ കാണാം. വനവാസകാലത്തെ ആഡംബരരഹിത വിഗ്രഹങ്ങളും നമുക്ക് കാണാം. ഹനുമാൻ സ്വാമിയും വെള്ളിയിലെ ഗണപതിയും തെക്കുഭാഗത്തായി ഒരു കയർ തൊട്ടിലിൽ ഉണ്ണിക്കണ്ണൻ്റെ കൽവിഗ്രഹവും ഉണ്ട്. ഇവയിൽ വണങ്ങി പ്രാർത്ഥിക്കുന്നത് ജന്മാന്തര ദുരിതം മാറാനും സർവ്വ ഐശ്വര്യത്തിനും നല്ലതാണ്. തെക്കേ നടയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ചെമ്പുമേഞ്ഞ ഉപക്ഷേത്രത്തിൽ പഞ്ചലോഹ നിർമ്മിതമായ ഉഗ്രസിംഹമൂർത്തി കുടികൊള്ളുന്നു. ശക്തിയും രൗദ്രവും ഒട്ടേറെ അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. യോഗ നരസിംഹഭാവത്തിലാണ് പ്രതിഷ്ഠ. നട തുറക്കുന്ന സമയത്ത് രാമായണം വായിച്ച് ശാന്തനാക്കുന്നു ഭഗവാനെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം. അത് സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്.
പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ പഴക്കമുണ്ട് ഈ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്. പാർത്ഥസാരഥി ഭാവത്തിലാണ് അവിടെ പ്രതിഷ്ഠ. വ്യാസമുനിയെയും അശ്വത്ഥമാവിനെയും പ്രതിഷ്ഠിച്ച അമ്പലം ഇവിടെ കാണാം. ശ്രീ പത്മനാഭൻ്റെ തൃപ്പാദങ്ങൾക്ക് നേരെയായിട്ടാണ് ആ പ്രതിഷ്ഠ. രാവിലെ 3 മണിക്ക് നട തുറക്കുകയും 12 മണിക്ക് ശേഷം 5-നും 7:30 വരെയുമാണ് ദർശനം നമുക്ക് ഈ ക്ഷേത്രത്തിൽ കിട്ടുന്നത്. ശ്രീ പത്മനാഭൻ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദൈവമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന പേരിൽ പ്രശസ്തനായ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ക്ഷേത്രം ഈ കാണുന്ന വിധം പുനരുദ്ധീകരിച്ചത്. ഭഗവാന്റെ കടുത്ത ഭക്തനായിരുന്നു. 7 നില ഗോപുരത്തിൻ്റെ 5 നിലകളും അദ്ദേഹമാണ് പണി കഴിച്ചത്. കിഴക്കു ഭാഗത്തുള്ള വലിയ ഗോപുരം തമിഴ് ശൈലിയിലും മറ്റു ഗോപുരങ്ങൾ കേരളീയ ശൈലിയിലും നിർമ്മിച്ചിരിക്കുന്നു. കടു ശർക്കര യോഗക്കൂട്ടുകൊണ്ടും 12,008 സാളഗ്രാമങ്ങൾ കൊണ്ടും നിർമ്മിച്ച 18 അടി നീളമുള്ള ഭഗവത് വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി ശ്രീകോവിലിൽ വാഴുന്നു. തമിഴ് ശൈലിയിൽ നിർമ്മിച്ച 7 നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിൻ്റെ എന്നല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ തന്നെ മുഖമുദ്രയാണ്. 1000 നാവുള്ള അനന്തന് പോലും ഭഗവാനെ വർണ്ണിച്ചിട്ട് തീരുന്നില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര മഹത്വങ്ങൾ അനന്തമായി കിടക്കുന്നു. അതിൽ കുറച്ചെങ്കിലും പറയാൻ ശ്രമിച്ചു എന്ന് മാത്രം. ഭഗവത് പ്രസാദമായി നമുക്ക് മേനിത്തുള്ള പായസം ഇവിടെ നിന്ന് ലഭ്യമാണ്. തലേ ദിവസം ബുക്ക് ചെയ്താൽ നമുക്ക് രാവിലെ 9:30 ശേഷം അത് ലഭ്യമാണ്. മാസങ്ങളോളം കേടാകാതെ ഇരിക്കുകയും ചെയ്യും. വളരെ രുചികരവും പുണ്യകരവുമാണ്. വിദേശ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഇത് നമുക്ക് എത്തിച്ചു കൊടുക്കാം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഇത് ഇവിടെ എത്തിയാൽ വാങ്ങാൻ ശ്രമിക്കുക. അത് സ്വീകരിച്ചുകൊണ്ട് ഈ സന്നിധിയിൽ വീണ്ടും എത്തിപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഹരേ കൃഷ്ണ.